Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. Power comes with persecution. പീഡനത്തിലൂടെ ദൈവശക്തി വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. ക്രിസ്തു നിമിത്തം ഉണ്ടാകുന്ന കഷ്ടങ്ങൾ, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന നിമിത്തം, സാക്ഷ്യം വഹിക്കുന്ന നിമിത്തം, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചത് നിമിത്തം ഉണ്ടാകുന്ന കഷ്ടങ്ങൾ, അത് കൂടുതൽ ദൈവശക്തി വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. 2 കൊരിന്ത്യർ 11 23 പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ്റെ വേദനകളെ അവൻ ക്രിസ്തു നിമിത്തം വലുതായി കണ്ടു. പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വേദനകൾ, പ്രശ്നങ്ങൾ, ജയിൽവാസം, ഉറക്കളപ്പ്, പട്ടിണി, ആപത്ത്, വാള്, നഗ്നത, ഇതെല്ലാം താൻ വലുതായി കണ്ടു ക്രിസ്തു നിമിത്തം. തൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ ആഡംബരങ്ങൾ, ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ, ലോകത്തിൻ്റെ പൊസിഷൻ, ഇതെല്ലാം താൻ ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സന്ദർഭം. ആ കഷ്ടതകളെല്ലാം വന്നിട്ടും ഏറ്റവും അവസാനം പൗലോസ് പറയുന്ന ഒരു വേടുണ്ട്, ഞാൻ നല്ലപോർ പൊരുതു. തൻ്റെ ഹൃദയത്തിൽ ചിലത് തികയ്ക്കാൻ പറ്റി എന്നുള്ള വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം താൻ ജയിലിൽ ചെന്നപ്പോൾ അവിടെ ദൈവശക്തി വെളിപ്പെട്ടു. തൻ്റെ കയ്യിലെ ചങ്ങലകൾ അഴിയുക മാത്രമല്ല, താൻ ഒരു വ്യക്തി രക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ച് ഓടുന്ന ആ ചിന്തയിൽ വിഘ്നം വരാതെ കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തു നിമിത്തം നമ്മളെ മറ്റുള്ളവർ പഴിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ, ആമേൻ, ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ജീവിതം ആമേൻ അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് പ്രതിഫലങ്ങളായി മാറുന്നു, അത് അനുഗ്രഹങ്ങളായി മാറുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. ദൈവശക്തി വെളിപ്പെടുന്നു. ആ ദൈവശക്തി ഉള്ളത് കൊണ്ടാണല്ലോ പറഞ്ഞത്, ഈ എൻ്റെ മേലുള്ള ശൂലം മാറ്റണം എന്ന് പൗലോസ് പറയുമ്പോഴും കർത്താവ് പറയുന്ന ഒരു വേടുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ആ വേടിനകത്ത് എല്ലാം അടങ്ങിയിരിക്കുന്നു. പൗലോസിന് പിന്നൊരു ചോദ്യമില്ല, പിന്നെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. താൻ നിഗളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ശൂലം എന്നുള്ളത് തനിക്ക് മനസ്സിലായി. അങ്ങനെ താൻ ക്രിസ്തുവിനെ അധികം സ്നേഹിക്കുകയും ബാക്കിയുള്ള കഷ്ടങ്ങൾ നിസ്സാരമായി കാണുകയും അത് ലാഭമായി തീർക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, പ്രോസിക്യൂഷൻസ് എല്ലാം നന്മകളായി മാറും, അനുഗ്രഹങ്ങളായി മാറും, ദൈവശക്തി വെളിപ്പെടുവാൻ കാരണമായി തീരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ നാമനിമിത്തം പ്രോസിക്യൂഷനിലൂടെ, കഷ്ടങ്ങളിലൂടെ, നിന്ദയിലൂടെ പോകുന്ന ഈ ജനത്തെ എൻ്റെ ഡാഡി അനുഗ്രഹിക്കണം. അവർക്ക് ബലം കൽപ്പിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഒരു ഭയങ്കര വിടുതൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ മേൽ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളിലൂടെ പോന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തുള്ള ഒരു ഭയങ്കര ദൈവശക്തി നിങ്ങളിൽ വെളിപ്പെടുകയും നിങ്ങൾ ഉപയോഗിക്കപ്പെടാൻ പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡിസംബർ 25, 26, 27 ഈ കോൺഫറൻസ് നിങ്ങൾ മറക്കരുത്. പുനലൂർ, കരുവാളൂർ, മലേക് പ്രയർ മൗണ്ടനിൽ വെച്ച് നടക്കുന്ന ഈ മീറ്റിങ്ങിൽ നിങ്ങൾ കടന്നു വരിക. നിങ്ങൾ മറ്റുള്ളവരെ കൂടെ വിളിച്ചുകൊണ്ട് വരിക.
നിങ്ങളുടെ ജീവിതത്തിലെ സീസൺ ഷിഫ്റ്റ് ചെയ്യും. യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ശുശ്രൂഷകളിൽ മാറ്റം വരും. നിങ്ങൾ അനേക ആത്മാക്കളെ നേടുന്നവരായി തീരാൻ നിങ്ങളുടെ ദർശനവും നിങ്ങളുടെ വിഷനും മിഷനും വർദ്ധിക്കുവാനിടയായി തീരും. നിങ്ങൾ മുഖാന്തരം അനേക സ്പിരിച്വൽ സൺ ഡോട്ടേഴ്സ് എഴുന്നേൽക്കുവാനിടയായി തീരും. ഗോഡ് ബ്ലെസ് യു. ലവ് യു.